SSLC ഹയർ സെക്കൻഡറി ബോർഡ് എക്സാമുകൾക്ക് തയ്യാറെടുക്കൂ 90+ മൈ ട്യൂഷൻ ആപ്പിലൂടെ. കണ്ടിട്ടുണ്ടല്ലേ? സ്റ്റാർ മാജിക് ഇപ്പോ കുറെ പേർക്ക് കട്ടുറുമ്പാണെന്നാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. അതായത് ബാക്കിയുള്ള ചാനൽസിന് ഇപ്പൊ ശരിക്കും നമ്മുടെ ഫ്ലവേഴ്സ് TV, സ്റ്റാർ മാജിക് ഇങ്ങനെ കട്ടുറുമ്പായി വന്നോണ്ടിരിക്കുക. കാരണം ഈ ഒരു ഷോ ബാൻഡില് എല്ലാവരും നമ്മുടെ സ്റ്റാർ മാജിക് അല്ലേ കാണണ്ടേ? സോ വെൽക്കം ഓൾ ഓഫ് യു. ചൂടുകാലാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീംസിൽ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഒരുപാട് ഫ്ലേവേഴ്സ്, 20+ ഫ്ലേവേഴ്സ് നമുക്കായി സമ്മാനിച്ച ഒരു മലയാളി ബ്രാൻഡ്. ഇറ്റ്സ് ഫോർ യു ഗൈസ്, കിവി ഐസ്ക്രീം. അപ്പം മലയാളികളുടെ ബ്രാൻഡാണ് കിവി ഐസ്ക്രീംസ്. 10 വർഷക്കാലമായി നമുക്ക് ഒരുപാട് വെറൈറ്റി ഫ്ലേവേഴ്സ് അവർ തന്നുകൊണ്ടിരിക്കണം. ആൻഡ് ഇന്ന് ജാക്ക് ഫ്രൂട്ട് ഫ്ലേവർ ആണ്. 20+ ഫ്ലേവേഴ്സ് അവരുടെ കയ്യിലുണ്ട്. അപ്പൊ ജാക്ക് ഫ്രൂട്ട് വെച്ചിട്ടൊരു ഐസ്ക്രീം നമ്മൾ ഇന്നുവരെ കഴിച്ചിട്ടില്ലല്ലോ. സൂപ്പർ. ഇനി വേണ്ടവർക്ക് ഓടി വരാം. എടുക്കാമോ? യെസ് പ്ലീസ്. സൂപ്പറാണ്, നിങ്ങളും ട്രൈ ചെയ്യണം. കിവി ഐസ്ക്രീമിന്റെ ജാക്ക് ഫ്രൂട്ട് ഫ്ലേവർ ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ്. ശരിക്കും തനി നാടൻ ഫ്ലേവർ അല്ലേ? എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് പറയൂ എല്ലാരും. അടിപൊളി. എന്റെ ഇത് കഴിച്ചു കഴിഞ്ഞു. ഇനി ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുപോകാൻ പോവാ. അപ്പൊ കിവിയുടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ ഇപ്പതാ ഈ ജാക്ക് ഫ്രൂട്ട് ഫ്ലേവർ അടിപൊളി ടേസ്റ്റ് ആണ്. ഇറ്റ്സ് ജസ്റ്റ് അമേസിംഗ്. സൂപ്പർ. ട്രൈ ചെയ്ത് നോക്കണേ. തൊട്ടടുത്തുള്ള റീറ്റെയിൽ സ്റ്റോഴ്സിൽ കിവി ജാക്ക് ഫ്രൂട്ട് തന്നെ ചോദിച്ചു കഴിക്കുക. കീലേരി അച്ഛനോട് കളിക്കാൻ ആരുണ്ടടാ? തന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇറങ്ങി പാടാ. അവന്റെ എനിക്കൊന്നും അറിഞ്ഞൂടാ. വലത് ചേർന്ന് ഒഴിഞ്ഞു മാറി എരിഞ്ഞു മറന്ന് പോടാ. ഇവിടെ റൂൾസ് ഇല്ല, ബോക്സിംഗ് അറിയത്തില്ല, കുങ്ഫു പഠിച്ചില്ല, ജൂഡോ കേട്ടിട്ടയില്ല. ആകെ എറിയാവുന്നത് മോനെ നല്ല നാടൻ കല്ല്. തുടങ്ങിപ്പോയാ പിന്നെ നീ പറയില്ല സുല്ല്. നീ വേണേ ജീവിച്ചോ ആസ് ലൈക്ക് അവർ വല്യക്കാരൻ. കയ്യുക്കുള്ളവൻ തന്നെയാടാ ഇവിടെ കാര്യക്കാരൻ. ഈ പ്ലേസ് ഡേഞ്ചറസ്, ഡോണ്ട് ഫൈറ്റ് ഓൺ us to impress. ഓടാനൂട് വഴിയിൽ ആ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ്. എല്ലാത്തിനും വരുന്നു ഞാൻ. 4 മാസമായി കത്തിക്ക് റെസ്റ്റാണ്. എന്താ കത്തി പ്രസവിച്ചു കിടക്കുവായിരുന്നു? ഞാൻ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ കത്തിക്ക് ചോര കിട്ടിയേ മതിയാവും. എ പോസിറ്റീവ് ആണേ ഞാൻ തരാം. കുത്ത് മേടിക്കും. എടാ ഗ്രൂപ്പ് നോക്കി കുത്താൻ ഞാൻ ഡോക്ടർ അല്ലേ ചേച്ചേ? ഡോക്ടർ കത്തിയിട്ട് എടുക്കല്? ഞാൻ അറിയാതെ അങ്ങനെ പറഞ്ഞു. എടാ സെൻട്രൽ ജയിൽ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ചേട്ടൻ സെൻട്രൽ ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഇല്ല, സെൻട്രൽ ജയിൽ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞില്ലേ? പിന്നെ ഇതിൽ എടുത്തു ചോദിക്കുന്നത് എന്റെ തെറ്റാ. ആളെ വേണ്ടത്ര മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഡോക്ടർ സണ്ണിയാണോ? ഡോക്ടർ കത്തിയിട്ട് എടുക്കല്? നമുക്ക് നമുക്കത് കുത്തുകൊണ്ട് ചാവത്തേ ഉള്ളൂ. അടിമാലി നകുലൻ. നകുലനോ? നകുലൻ സണ്ണിയല്ല, നകുലൻ. വേണ്ട വേണ്ട, നിങ്ങൾ ആരോടാ കളിക്കുന്നതെന്ന് അറിയാമല്ലോ. കുത്തി വരത്തും ഞാൻ. എന്റെ പേര് കീലേരി അച്ചു. നല്ല പേര് ഗീരി അച്ചു. ഈ കൂടെ കൊണ്ടു നടക്കുന്നത് ഗീരിയുടെ കുഞ്ഞാണ്. ഇവന്റെ ഈ കോമഡി കേട്ടിട്ട് കത്തി വെച്ച് കുത്തിയെടുക്കാം. വെള്ളം കണ്ണ പേർക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇന്നാർക്കും മനസ്സിലായല്ലോ. പറഞ്ഞു കൊണ്ട ഇത് എന്റെ ബോസ്. നല്ല പേര് ബോസ്, ശരീരത്തിന് പറ്റിയ പേര് ബോസ്. അതല്ല, ഞങ്ങളെ ആശാനാണ് എന്റെ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളെ കണ്ടിട്ട് ഭയങ്കര സാമ്യമുണ്ട്. നിങ്ങൾ അച്ഛനും മോനുമാണോ? സാമ്യമുണ്ട്, നല്ല സാമ്യമുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്തേ, നിങ്ങൾ രണ്ടും അടുത്ത് വരുന്ന ഒന്നും ചിരിച്ചേ. എല്ലാ കാര്യത്തിലും ഇല്ല, പക്ഷെ ചില കാര്യങ്ങൾ കൊണ്ട് ആശാന്റെ കത്തിക്ക് പണി ഉണ്ടാക്കും. എന്റെ കൂടെ നടന്ന് എന്നെ പറയിപ്പിക്കൂല്ലേ? ഞാൻ എന്ത് ചെയ്യാനും? ഞാനേ പ്രതികാരദാഹമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് പക്ഷേ ഇപ്പൊ പ്രതികാരം മാത്രമേ ഉള്ളൂ. അപ്പൊ ദാഹം തീർന്ന് വരുന്ന സർവത്ത് കുടിച്ചത്. പക്ഷേ എന്റെ ദാഹം തീർന്നിട്ടില്ല. അതെങ്ങനെയാ എരപ്പ? 10 ഉറുപ്പ്യക്ക് ഒരു സർവത്ത് വെച്ച് രണ്ടാം കൂടി ശരീരം എവിടെ തീരും?
അത് തന്നതുമില്ല, ദാഹവും തീർന്നില്ല. ആരും കളിക്കരുത്. ഈ കാണുന്ന കണക്കൊല്ല നിസാരമൊന്നുമല്ല. കീലേരി അച്ചു ആരോടെങ്കിലും പക തോന്നിയാൽ അത് മനസ്സിൽ കൊണ്ട് നടക്കും. ഒരാളോട് പക തോന്നിയിട്ട് 10 വർഷമായി, ഇപ്പോഴും മനസ്സിൽ കൊണ്ട് കിടക്കുക. അത് അയാളങ്ങ് ഗൾഫിലാണ്. എനിക്ക് പോകാനുള്ള പാസ്പോർട്ടും ഇല്ല, കയ്യിൽ 5 പൈസയും ഇല്ല. പണ്ടാണെങ്കിൽ ഉരുവിലെങ്കിലും കയറിപ്പോ. ഒരു ഇതുവരെ വിട്ടില്ലല്ലേ? ഉരുവിന്റെ പരിപാടി ഇത് ഇനിയുണ്ടോ? എടാ കൊല്ലും ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അതെ. അപ്പൊ ആശാനാരെങ്കിലും കൊണ്ടിട്ടുണ്ടോ? ഇല്ല, ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള അത് പറഞ്ഞില്ലയോ? സോറി വീണ്ടും എന്തിനാ ഈ ചോദ്യം എന്റെ ആവർത്തിക്കുന്നത്? മിസ്റ്റേക്കാണ് എന്റെ ആശാനം. നിങ്ങൾക്ക് അറിഞ്ഞൂടാ, ഒന്ന് പറഞ്ഞൂടാ. ആശാൻ ഇപ്പൊ ചന്തയിൽ നല്ലൊരു വെട്ടും കഴിഞ്ഞിട്ട് വരുന്ന വഴിയാ. പോലീസ് വരുമോ? പോലീസ് വരുമോ? 12 പൊറോട്ടയും 2 ബീഫ് ഫ്രൈ 3 ഏത്തപ്പഴം 1 ഗ്ലാസ് പാലും വെള്ളവും. അത് എന്റെ പറ്റില്ല, കടയിൽ നിന്ന് നല്ല വെട്ടും വെട്ടിയിട്ട് വന്നിരിക്കുക. പറയൂ നോക്ക്, ആ കത്തി കറക്കി നിൽക്കുന്നത്. അതല്ല ഞങ്ങള് നിങ്ങൾ 12 പൊറോട്ട 8 പൊറോട്ട ഒക്കെ നിങ്ങളുടെ പേരിൽ വെറ്റി കേട്ടോ. ഓക്കെ, ഇത് ഇങ്ങോട്ട് വന്ന എന്തിനാന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അല്ല, അതന്നെ അത് തന്നെ അച്ചുവേട്ട ഇവിടെ വന്ന കാര്യം പറ. അതെ, മാറി എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വെറൈറ്റി കൊട്ടേഷൻ കിട്ടുന്നത്. വെറൈറ്റി കൊട്ടേഷനോ? അതെ, അത് വർഷങ്ങളായി ഒരേ ഫ്ലോറിലിരുന്ന് നാട്ടുകാരെ മുഴുവൻ ചളി കോമഡി അടിച്ചിട്ട് മുസിപ്പിക്കുന്ന 6 പേർക്കെതിരിലാണ് കൊട്ടേഷൻ. അതാരുടെ 6 പേര് ഞാൻ കുത്തി മലത്തും. ഈ ചാനല് മാറിപ്പോയാലോ? എടാ നീ വർഷങ്ങളായിട്ട് ഇവിടെ 4 വർഷമൊക്കെ ഉണ്ടായി. ചളി കോമഡി അടിച്ച ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നവർക്കെതിരെയുള്ള കൊട്ടേഷനാണ് ഇവിടെ. അവരെ കുത്തി മലത്തും. അല്ല, അതിനെന്തിനും അസീസേ ചള കോമഡി അടിക്കുന്നവരുടെ കാര്യം പറഞ്ഞേ. ആരല്ല. അയ്യോ, ഇത് ലിസ്റ്റ് വായിക്കാം. അപ്പൊ എന്തായാലും ഞാൻ ഉണ്ടാവില്ല. ഒരു കാര്യം ചെയ്യ്, നമുക്ക് ആ ലിസ്റ്റ് വായിച്ചോട്. എല്ലാവരും വന്നല്ലേ? ചാനല് മാറിയിട്ടുണ്ടാവും കേട്ടോ. വേറെ നമ്മളല്ല. ചാനൽ കോമഡി അതല്ല, ചാനല് മാറിയിട്ടുണ്ടാവും. അതൊക്കെ കൊട്ടേഷൻ എടുക്കാൻ നന്നായിട്ട്. പെണ്ണുങ്ങൾ പിന്നെ അതെ, പെണ്ണുങ്ങളൊക്കെ മാറിക്ക്. ആ sketch ചെയ്ത ആളുകളൊക്കെ മാറ്റി പെണ്ണ അല്ലാണ്ട് ബാബുവാനിയല്ല. ചെല്ലു ചെല്ലു ചെല്ലു. ഇവരെ മാറ്റി നിർത്തിയ എന്താണെന്നറിയോ? പെണ്ണുങ്ങളെ മാറ്റിയെടുത്ത് ഒന്നും ആർക്കും ഒരു ശല്യമായി ഇല്ലാതെ വാ പോലും തുറക്കാതെ നിരപരാധികളെ പാവങ്ങളാ അവരെ മാറ്റി. അതെ, 4 വർഷം കൊണ്ട് മിണ്ടാതെ മുറിയാടാതെ ഇവിടെ ഊണ് മേടിച്ച് ശമ്പളവും മേടിച്ചോണ്ട് പോലെ നിങ്ങളെ ഒന്നും ചെയ്യില്ല. പിന്നെ ഒരാളും കൂടിയുണ്ട്, അവനെ മാറ്റി നിർത്തുക. അതായത് ഇതാണല്ലേ ഉറങ്ങി കിടക്കുന്നവരും ഞാൻ കുത്തൂല, അച്ചു കുത്തൂല. എന്നാലും ഉറങ്ങി കിടക്കുന്നവൻ എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കണം. കാരണം എന്താ, ഇത്രയും ഫ്ലോറിൽ ഇത്രയും പൈസ ചെലവാക്കിയിട്ട് ഒരു ചെറിയ ശിക്ഷ. ആ ബാക്കിയുള്ള ബാക്കി ലിസ്റ്റ് മതി വായിക്കണം. അടുത്ത ലിസ്റ്റ് നമ്മളെ കൊട്ടേഷൻ നമ്പർ 1 അസീസ് നെടുമങ്ങാട്. അല്ല, ഞങ്ങളുടെ അസീസ്ക്ക് എന്ത് ചെയ്യാൻ പോവാ? എന്ത് ചെയ്യാൻ പോണെന്നോ കേട്ടോ? അസീസ് നെടുമങ്ങാട് 348 എപ്പിസോഡിൽ ഇവിടെ ഉണ്ടായിരുന്നു. അടിച്ച ചളി 3,06,342 ചളി കോമഡി. നല്ല കോമഡി നിൽ ഇല്ലെന്ന് വെച്ചാ ഒന്നുമില്ല. ഇവന്റെ ചളി കോമഡി കാരണം ഉണ്ടായ നാശനഷ്ടം: 4 വീട്ടിൽ LED TV ഭർത്താവ് അടിച്ച് പൊട്ടിച്ചു, 2 സ്മാർട്ട് TV, 36 റിമോട്ട് എറിഞ്ഞു പൊട്ടിച്ചു. കോമഡി സഹിക്കാൻ വയ്യാതെ 2 ഡൈവേഴ്സ് കേസ്. ഈ ചളി കോമഡി കാരണം. അല്ല, എനിക്കെതിരെ അത് പോട്ടെ, കൊട്ടേഷൻ കൊടുത്തേക്ക ലാസ്റ്റ് പറയും. ഇവനെ ഒന്ന് വരട്ടി വിട്ടിട്ട് സെലിബ്രിറ്റി കൊട്ടേഷൻ ആണ് ഇവനെതിരെ കിട്ടിയിരിക്കുന്നത്. ആരാത് പറഞ്ഞുകൂടെ? കൊട്ടേഷൻ സിനിമാ നടൻ അശോകൻ. അയാൾക്ക് നിന്നെ സഹിക്കാൻ വയ്യ. കാരണം നീ അയാളെ കാണിക്കുമ്പോ ഇങ്ങനെ കണ്ണോട്ട് കാണിക്കേണ്ട, അവിടെ എന്റെ കണ്ണ് കുത്തി പൊട്ടിക്കാനാണ് ഓർഡർ. അച്ചുവേട്ടാ ഒന്നും കൂടെ കാണിച്ചേ. നിന്റെ ഈ വെപ്പ് അങ്ങോട്ട് സഹിക്കുന്നില്ല. എന്റെ കണ്ണ് ചൂടെടുക്കാനാണ് പറഞ്ഞത്. അത് ഞാൻ ചെയ്യില്ല, ഒന്നായിട്ട് കെട്ടിപ്പെട്ടു. അതെ, അശോകൻ ചേട്ടൻ കൊട്ടേഷനാണ് വിട്ട്. അടുത്തത് വിരുപടി വലി. ചിരിച്ചു വരുന്നാണ്ട് അവാർഡ് മേടിക്കാൻ വരുന്ന കണക്കല്ലോ. പാവത്തിന്റെ ഇപ്പൊ കൊണ്ട് വായിക്കാം. പാവത്തിന്റെ ലിസ്റ്റ് ഇപ്പൊ വായിക്കും. പരിപാടി വലി പാവം. 348 എപ്പിസോഡ്. അടിച്ച ചളി 1,58,542. നല്ല കോമഡി 4 എണ്ണം. എനിക്ക് നല്ല കോമഡി എരപ്പാ, ഈ 4 നല്ല കോമഡി അടിക്കാൻ വേണ്ടി 10-400 എപ്പിസോഡും 1,00,000 കോമഡി അടിക്കും, ചളി കോമഡി അടിക്കണം. ആദ്യം കൊല്ലണ്ടവനല്ലേ? അല്ല, എനിക്കൊരു സംശയമുണ്ട്. നിങ്ങളെല്ലാവരും എന്നെ കൊല്ലും. എനിക്ക് ആരാ കൊട്ടേഷൻ അത് മാത്രം എനിക്കറിയാം. അടിമാലി ഗ്രാമപഞ്ചായത്തുള്ള സർവ്വജനങ്ങളും ഒപ്പിട്ട കൊട്ടേഷൻ. അടിമാലിയുടെ പേര് കളയിക്കുന്നെന്ന് പറഞ്ഞുള്ള കൊട്ടേഷൻ. അടിമാലിയുടെ പേര് എന്താ കളഞ്ഞു? അടുത്ത ഞാൻ വായിച്ചോളാം. ഷിയാസ് കരീം. ഒളിച്ചിരിക്കണ പൊക്കോന്തടി കാണിക്കൽ. പൊക്കോന്തടി കാണിക്കരുത് പറഞ്ഞിട്ടില്ല. അവിടെ ഡാൻസർ. അവിടെ ഷിയാസ് കരീം. അടിച്ച ചളി നിൽ, ഒന്നുമില്ല. നല്ല കോമഡി നിൽ.
ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ. നീ പറഞ്ഞു കാണും, ആളുകൾക്ക് മനസ്സിലാണ്ടേ? ആർക്ക് ഇത് മനസ്സിലാവാൻ? പിന്നെ അത് മാത്രല്ല, എന്റെ പേരിൽ കൊട്ടേഷൻ തന്നതാരാന്നറിയോ? ആരാ? മലബാറിൽ ഒരു കൂട്ടം മാപ്പിളപ്പാട്ട് പ്രേമികൾ. അവൻ്റെ ഒടുക്കത്തെ മുത്തേ സത്തെ അത് കേട്ട് സഹിക്കാൻ വയ്യാന്നാണ് ഇവന്റെ ലിസ്റ്റ് തന്നത്. അതെ, ഇവന്റെ നാക്ക് കണ്ടിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത് മുത്തേ സത്യം പാടാതിരിക്കാൻ വേണ്ടി. എത്രയും മലബാറിനെ മാപ്പിളപ്പാടിനെ സ്നേഹിക്കുന്നവർ. ചേട്ടാ ഇനി ആരുണ്ട് ചേട്ടാ? അടുത്തത് എവറാവൻ? ആരാ? കൊല്ലച്ചാവി എവറാ? എവറാ കൊല്ലച്ചാവി? ഇയാളെ കൊല്ലം. ഇയാളെ കൊല്ലം. ഇയാളെ കൊല്ലം. ഇയാളെ കൊല്ലം. എവറാ? അല്ല, എവറാ വിളിച്ചിരിക്കുന്നത്? ഞാനെന്ത് ചെയ്തിട്ടാ? മുട്ടടിച്ചു, അതാ മനസ്സിലായി. ആളറിയാതിരിക്കാൻ വേണ്ടി മുട്ട അടിച്ചിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടാണ് സാർ? മുട്ടയടിച്ചില്ലേ? സാറിന് ഇയാളുടെ ഗുണ്ടയുടെ അല്ല സാർ, അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഫാനാണ് സാർ. ഞങ്ങൾ ഗുണ്ടകൾ മുട്ടയടിക്കുന്നുണ്ടല്ലോ. മുട്ടയടിച്ച് പുള്ളിരെന്താണ്? ഇവനാ കൊല്ലശാവി. അടിച്ച കോമഡി നിൽ, നല്ല കോമഡി നില്ലോട് നിൽ. ഒന്നുമില്ല. ആ പിന്നെന്താണ് കേസ്? എന്നിട്ട് ഇവനെതിരെ കൊട്ടേഷൻ. ആരാണ് ഇവനാരാ കൊട്ടേഷൻ കൊടുത്തത്? കേരളത്തിലെ 12 വുമൻസ് കോളേജ്, 4 ലേഡീസ് ഹോസ്റ്റൽ, 6 വനിതാ സമാജം, 8 തൊഴിലുറപ്പ്, കുടുംബശ്രീ, പിന്നെ ഇവിടുത്തെ 4 പ്രൊഡക്ഷനിലെ ചേച്ചിമാര്. എല്ലാരെയും നമ്പർ മേടിക്കും. അവർക്കാർക്കും കിടന്നുറക്കമില്ലെന്ന് രാത്രി. അപ്പൊ കൊട്ടേഷൻ ഒഴിവായി നോക്കില്ലേ? അപ്പൊ ചേട്ടന്മാരാണ് ഇവിടുത്തെ ഭർത്താക്കന്മാരാണ്. അല്ല, ഭർത്താക്കന്മാര് തന്നോ കൊട്ടേഷൻ? പിന്നെ അല്ല, ആള് മാറിപ്പോയതാണ് സംശയമുണ്ട്. ആരും മാറിയിട്ടില്ല. ഞങ്ങൾക്കറിയാം ഇവരൊക്കെ കുത്താതെ എന്ത് ചെയ്യും? കുത്തി വലത്തും. ആശാനെ, എല്ലാരെയും ലിസ്റ്റ് കേട്ടല്ലോ. കേട്ട് ആശാൻ പണി തുടങ്ങാം. ആശാനെ തുടങ്ങാൻ പോ. അല്ല, ഇനിയും രക്ഷയില്ല. പറഞ്ഞില്ലാന്ന് വേണ്ട. ഈ കീലേരി അച്ഛനോട് എതിർക്കാൻ ആരുണ്ടാ ഉണ്ടെങ്കിൽ വരി. ഞാണ്ട് ഞാൻ ഷിയാസ് വേണ്ട. യെസ്. ഷിയാസ് ഇതെന്താ കുടിമാരോ? ഏയ് കേട്ടോളി, ഞങ്ങളോട് 2 പേരോടും കൂടി ഏറ്റുമുട്ടാൻ ആരുണ്ടാ? ആരുണ്ടാ? ഹലോ ഹലോ, ഞാനുണ്ട്. ഒന്നും പേടിയില്ലല്ലേ? എന്നെ പണി പാട് വന്നത് ഒന്ന്. പണി പാളൂല. വാ. അസീസ്ക. അതെ, എന്താണ്? ഞങ്ങൾ 3 പേരോട് ഏറ്റുമുട്ടാൻ ആരുണ്ടാ? ഇനി ഉണ്ടാള്? ഇവിടെ ആള് കൂടുതലാണല്ലോ. കുഴപ്പമില്ലല്ലോ. ഈ ആള് കൊള്ളാലോ. അത്ര ധൈര്യോ ആ മാറുമോനെ? എങ്കിൽ ഞങ്ങൾ 4 പേരോട് ഏറ്റുമുട്ടാൻ ആരുണ്ട്? ഞങ്ങളുണ്ട്. ആ, ഇതൊരു ഒത്തുകളിയാണല്ലോ. എന്നാ നിങ്ങൾക്കൊന്ന് കേൾക്കണം. ഈ കത്തി സാക്ഷിയായി കീലേരി പറയണം, ഞങ്ങൾ ഈ ഫുൾ ഗ്രൂപ്പിനോട് ഏറ്റുമുട്ടാൻ ആരുണ്ട്? എന്തെങ്കിലും ഇറങ്ങി വാടാ. അത് തന്നെ. ഇനി ആരെങ്കിലും സ്റ്റാർ മാജിക്കിന് എന്തെങ്കിലും പറയോ, ഇവിടെയുള്ള ആർട്ടിസ്റ്റുകളെ തൊടിയോ ചെയ്താൽ ഞങ്ങളുണ്ടല്ലേ. പിന്നെ പേരിലൊരു കംപ്ലൈന്റ് വന്നാൽ ഞാനുണ്ട്. മാത്രമല്ല, ഞാൻ ഇവിടുന്ന് പോയാലും ഈ കുട്ടികളുടെ പേരിൽ എന്തെങ്കിലും ചീത്തപ്പേര് വന്നാൽ കീലേരി കുഞ്ഞും തിരിച്ചെത്തും, കുത്തും, കുത്തിമലത്തും. ഇനി ഞാനില്ലെങ്കിൽ എന്തെങ്കിലും വിരോധം എന്നോട് ഏറ്റുമുട്ടാനുണ്ടെങ്കിൽ ഞാൻ പോയാലും എന്റെ ശിഷ്യന് ഇവിടെ ഉണ്ടാവും. കീരിക്കുഞ്ഞല്ലേ? കൊലക്ക് കൊടുത്തിട്ട് പോകും. എന്നാ കീരിക്കുഞ്ഞ് കൊടുത്തിട്ട് ആശാങ്ക വെക്കും. ഒരു കാര്യം ചെയ്യ്. അല്ല, ഞങ്ങൾ എന്തായാലും വാതിലുണ്ടാവും. നിങ്ങൾ ധൈര്യമായിട്ട് ഷോ എടുക്കട്ടല്ലേ? എവിടെ ഉണ്ടാവും? നമ്മൾക്ക് വാതിലിൽ നിൽക്കാം. ആരെങ്കിലും വന്നാൽ ഞങ്ങൾ നോക്കിയോളാം. വിചാരിച്ച് ബാറിലുണ്ടാവും. വാതില് വാ. ശരി. വാ, 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 വാ. ഏയ് അച്ചോട്ടാ പോവാനോ? പാവങ്ങളാണ് കേട്ടാ. ഏയ് അച്ചോട്ടാ സൂപ്പർ. പക്ഷെ പാവങ്ങളാണ് കേട്ടോ ഗുണ്ടകളെ. വരട്ട് മാത്രമേ ഉള്ളൂ, പാവങ്ങളാ. നിങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങിക്കോ. ഇനി സ്റ്റാർട്ടാക്കി കൊടുക്കണം. ആട്ടാക്കണോ? ഞാൻ അന്നേ പറഞ്ഞത് ഒരു കൊട്ടേഷൻ പോകുമ്പോൾ പെട്രോൾ ഒരു 50 രൂപയ്ക്കെങ്കിലും അടിച്ചെടുക്കും. ഇൻഫീൽഡും കട്ടെടുത്തോട്ട് വരും. അതിനകത്ത് പൈസക്ക് പെട്രോൾ അടിക്കത്തില്ല. ഞങ്ങൾ തള്ളി തരണോ? എന്താ ഞങ്ങൾ തള്ളി തരണോ? ഇതിന്റെ ഒരു പെട്രോൾ അടിക്കാൻ ആദ്യം 50 ഉറുപ്പിക. ഞങ്ങൾ തള്ളിത്തരാം. അതെ അതെ, ഞാനൊരു തള്ളുന്നതിന് പേര് കാര്യം ചോദിക്കും. തള്ളിപ്പൊളി വണ്ടി. തള്ളുന്നതിന് മുമ്പ് ഒരു കാര്യം, മനസ്സുണ്ടെങ്കിൽ ഒരു 100 രൂപ പെട്രോൾ അടിക്കാൻ തുടങ്ങും. അല്ലെ വീട് വരെ തള്ളേണ്ടി വരും. പോട്ടെ അച്ഛനെ പോവാ. പോവാ പോവാ. അച്ചോ തള്ളി വിട്. അച്ചോ അച്ചോ അച്ചോ. എടാ അച്ചുവേ. അച്ചേട്ടനും ശിഷ്യനും പൊളിച്ചു. മാമുക്കോയൊക്കെയും നമ്മുടെ ശശുവിന്റെയും ആ ഒരു എൻട്രി ഉണ്ടല്ലോ, അമേസിംഗ്. എന്തൊരു സ്പോട്ട് കൗണ്ടേഴ്സ് ആയിരുന്നു. അടിപൊളി. ഒരു വലിയ വീഡിയോ എടുക്കാം. ആ കീരേരി അച്ചുവിനെ നമുക്ക് വീണ്ടും ലൈവായിട്ട് കാണാൻ പറ്റില്ലേ? സൂപ്പർ.
കുറെ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു റൗഡി ബേബിയെ നമ്മുടെ സ്വന്തം അച്ചുവേട്ടനെ നമ്മള് കണ്ടിരിക്കുകയാണ്. നേരിട്ട് കാണാൻ കീലേരി പറ്റും. അച്ചു. കീലേരി അച്ചു. അപ്പോ കീലേരി അച്ചു ആ ഒരു കഥാപാത്രത്തെ നമ്മൾ വീണ്ടും കണ്ടിരിക്കുകയാണ്. അപ്പോ ആ റൗഡി ബേബി, അന്ത റൗഡി ബേബി, ഇന്ത റൗഡി ബേബി ശരിക്കും അന്നത്തെ അതേ എനർജിയോട് കൂടി ഈ ഫ്ലോറിൽ തകർത്ത് പെർഫോം ചെയ്ത് ഒരു വലിയ കൈ കൊടുക്കണം. എനിക്ക് കോംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശശുവും കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് എന്ത് തോന്നി കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ആ ഒരു കാലത്തേക്ക് പോയപ്പോ? ഞാൻ പോയതല്ല, നിങ്ങളെല്ലാം കൂടി പോക്കിയതാ. അതെ, ഞങ്ങൾ കൊണ്ടുപോയി. ഇപ്പൊ എന്ത് തോന്നി? ഒരുപാട് മെമ്മറീസ് വന്നോ? ഓ, എനിക്ക് എന്തെങ്കിലും രസകരമായിട്ടുള്ള അന്നത്തെ ആ ഒരു സമയത്ത് ഷെയർ ചെയ്യാനുണ്ടോ? അന്ന് രസകരമൊന്നുമില്ല. അതിങ്ങനെ വരും, എല്ലാവരും കണ്ട് പേടിച്ചോണ്ട്. കീലേരി ഒരാളും കുത്തിയിട്ടില്ല, ഒന്നും ജയിലിലും പോയിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഈ തരികിടയിൽ ജീവിക്കുന്ന കാണുമ്പോ എല്ലാരും എണീറ്റ് ഓടും, പേടിക്കുകയൊക്കെ ചെയ്യും പറഞ്ഞ് വരുത്തിയിട്ട്. ഈ ഫിലോമിന ചേച്ചിന്റെ മകനാണ് ഒടുവിലാണ് ഭയങ്കര പേടിക്കൊടലൻ. കട്ടിലിന്റെ അടി പോയി വിളിക്കും, പോയി വിളിച്ചോണ്ട് കീലേരി നൽകുമ്പോൾ അവിടെ നിന്ന് എണീറ്റ് ഓടും, മുതലെടുത്തി ആടി ഓടും. അങ്ങനെ ഒരു പേടി ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നല്ലാണ്ട് കീലേരി ഒന്നുമില്ല. എത്ര വർഷമായിട്ടുണ്ടാവും ഈ ഒരു കഥാപാത്രം ഒരു ചെയ്തത്? 28-29 അതേ തനിമയോടുകൂടി, മാറ്റോടുകൂടി അത്രയും ബ്രില്യന്റ് ആയിട്ടാണ് വീണ്ടും നമുക്ക് മുന്നിൽ ഈ ഒരു ക്യാരക്ടർ ചെയ്തേട്ടോ. പിന്നെ എപ്പോഴെങ്കിലും അത് സിനിമയ്ക്ക് ശേഷം ഈ ഒരു കഥാപാത്രം എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടാവും? സ്റ്റാർ മാജിക്കില് 29 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എക്സ്ക്ലൂസീവ് ആയിട്ട് എല്ലാവരും എണീറ്റ് നിന്നൊരു സ്റ്റാൻഡിങ് ഒവേഷൻ കൊടുക്കണേ പ്ലീസ്. ഞങ്ങളുടെ ഒരു വലിയ ആദരവാണ് ചേട്ടൻ. അപ്പൊ ഒരു വലിയ കൈഡി ആയിട്ട് വളരെ ഒരു ഭാഗ്യം. കീലേരി അച്ഛൻ്റെ ശിഷ്യനായിട്ട് സ്റ്റാർ മാജിക്കിലെങ്കിലും കൂടെ നിന്ന് ചെയ്യാൻ സാധിച്ചതിൽ വളരെ ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെ വേറെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിഹേഴ്സൽ എടുക്കുമ്പോൾ അഥവാ എന്തെങ്കിലും ഒരു കൗണ്ടർ ചേട്ടൻ പറഞ്ഞാൽ അന്നേരം നമ്മൾ ചിരിക്കും. സാധാരണ ഒരു കോമഡി കേട്ട് കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ചിരിക്കില്ല. പിന്നെ ഫ്ലോറിൽ വീണ്ടും പറയും, എത്ര പറഞ്ഞാലും ആ ചിരിയുടെ സത്ത് നഷ്ടപ്പെടുത്താതെ വീണ്ടും ചിരിക്കുന്ന ഒരു പ്രവണതയാണ്. അത്രയാണ് സ്കിറ്റ് കളിക്കുമ്പോ ഈ കോമഡി കേൾക്കാൻ വേണ്ടി അലറും, കേറി പോണം അതിന് വേണ്ടി. ഇത് വളരെ കൂളായിട്ടുള്ള ലാഘവത്തോടെ വളരെ ഭംഗിയായിട്ട് എന്താ സാമ്യം? ഞങ്ങളെ സാമ്യമൊക്കെ ലക്ഷ്മി നേരത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ചോദ്യം ചോദിച്ചില്ലേ, ഏത് ക്യാരക്ടറാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? പക്ഷെ ഇക്ക പറഞ്ഞ് ചില ക്യാരക്ടറാണ്, പക്ഷെ ഇക്ക ചെയ്ത എല്ലാ ക്യാരക്ടറും നമുക്ക് ഇഷ്ടം അല്ലേ? നമുക്ക് ഇഷ്ടം. ഡയറക്ടർ സാറിന്റെ എല്ലാ പടങ്ങളിലും നല്ല ഒരു നമുക്ക് നമ്മളെ വീടിന്റെ അടുത്തുള്ള അല്ലെ നമ്മുടെ വീട്ടിലുള്ള അല്ലെ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് എല്ലാ ഈ ഒരു വേളയില് മറ്റൊരു കാര്യം കൂടെ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. അതായത് ഇത്രയും ഒരു സീനിയർ മോസ്റ്റ് ഒരു ആർട്ടിസ്റ്റ്, ഒരു ആക്ടർ ഈ ഒരു ഫ്ലോറിൽ വന്നിട്ട് നമ്മുടെ കൂടെ ഇത്രയും ജെല്ലായിട്ട് ഒരു ക്യാരക്ടർ ഉണ്ട് ഇതുവരെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സമ്മാനിച്ചിട്ടില്ല. അത് ഇക്ക മാത്രമാണ് അത്രയും പ്രസ്സായിട്ടുള്ള രീതിയിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷം. 2020 ഒരു വലിയ കൊമേഡിയന്റെ മൂടുപടം മാറ്റിയിട്ട് വേറൊരു ഫിഗറിൽ നമ്മുടെ ആ സീൻ എന്ന് പറഞ്ഞാൽ ആ അപ്പിയറൻസും നമ്മൾ കണ്ട അന്ന് ഇതുവരെ കണ്ട നമുക്ക് അല്ല അതിനകത്ത്. എന്തായാലും ഒരുപാട് സന്തോഷം. വലിയൊരു കൈഡി, നമുക്കൊരു സ്റ്റാൻഡിംഗ് ഒവേഷനിലൂടെ എല്ലാവരും എണീറ്റ് നിന്നിട്ടാണ് അദ്ദേഹത്തിന്റെ അടുത്ത് ആ ഒരു സ്നേഹവും റെസ്പെക്ടും കൊടുക്കുന്നത്. ഒരു വലിയ കൈഡി കൊടുക്കാം. താങ്ക് യു. സാധാരണ ഒരു സീനിയർ ആർട്ടിസ്റ്റ് വരുമ്പോ പറയും, ഞാൻ അവിടെ ഇരുന്നോളാം, നിങ്ങൾ ചെയ്യും, ഞാൻ അവിടെ ഇരുന്ന് കാണാം. പക്ഷെ ഇദ്ദേഹമായിരുന്നു മുന്നിട്ടിട്ട്, ഇല്ലില്ല ഞാനുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിൽ ഒരാളെ പോലെയാണ്. അത് ഇദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റി ആണ് കേട്ടോ. പിന്നെ വേറെ സംഭവിച്ചാല് ഈ എന്റെ അടുത്ത് നമ്മളോട് അവസരം ചോദിക്കുന്ന എടാ നമ്മളൊന്ന് വിളിക്കണമെന്ന് പറഞ്ഞ ഒരുപാട് മിമിക്രി കലാകാരന്മാർ അവരിവരൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഈ ഫ്ലോറിലേക്ക് വരുമ്പോൾ ഭയങ്കര ഭീകരമായിട്ട് കോമഡി പറഞ്ഞ ആളുടെ ഉള്ളിലും ഒരു ഈ പറഞ്ഞ ഒരു ലക്ഷ്മി പറഞ്ഞ ഒരു ജെല്ലാവാൻ ഒരു ടൈം എടുക്കും. പക്ഷെ നമുക്ക് വരെ വന്നിട്ട് ഒരു രീതിയിലുള്ള ഒരു സഭാകമ്പം പോലെയുള്ളതോ അല്ലെങ്കിൽ ജെല്ലാൻ ബുദ്ധിമുട്ടുള്ള ഒന്നും ഉണ്ടായില്ല. വന്നു ഇരുന്നു ഹ്യൂമറിലേക്ക് കടന്നു തുറന്നു അങ്ങ് തുടങ്ങുമായിരുന്നു. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് നമ്മുടെ മാമുക്കോയക്ക. ഒരിക്കൽ കൂടെ ഒരു കൈഡി കൊടുക്കുകയാണ്. അപ്പൊ ഇതെല്ലാം ഇനി ഈ അച്ചുവേട്ടന്റെ ഈ ഒരു കോസ്റ്റ്യൂം ഒക്കെ മാറ്റിയിട്ട് വീണ്ടും അദ്ദേഹം നമ്മുടെ ഗസ്റ്റ് പാനലിലേക്ക് അല്ലെ ഗസ്റ്റ് സീറ്റിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടെ വെൽക്കം ചെയ്യാം. ഓ ഇതിൽ ലവും ഗെസ്സൊക്കെ ആണല്ലോ മൊത്തം. മനസ്സിലുള്ളത് ഷർട്ടിലേക്ക് കയറി പിടിച്ചത്. അതെ, ആളറിയില്ല, അതാണ് പുറത്ത് പ്രകടിപ്പിച്ചത്. ശരി, അപ്പൊ ഇതിലും ഒരിക്കൽ കൂടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മുടെ ഗസ്റ്റ് സീറ്റിലേക്ക് സ്വാഗതം ചെയ്യാണ് പ്ലീസ്. പിന്നെ ഇത് കഴിഞ്ഞു പോവാൻ ഞാൻ പണ്ടൊരു കാര്യം പറഞ്ഞത് മനസ്സിലുണ്ടല്ലോ. എന്താണ് ഒരു നിക്കാഹ്. ഒരു കാര്യങ്ങളൊന്നും മറന്നില്ലപ്പാ. വീണ്ടും ലവും ഗെസ്സൊക്കെ അതിന്റെ സൂചനയായിട്ടാണ് സിമ്പിൾ ആയിട്ടാണ്.
90+ മൈ ട്യൂഷൻ ആപ്പിൽ നിരവധി അപ്ഡേഷൻസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ. കറന്റ്ലി ഉള്ള സബ്ജക്ട്സ്, അതായത് സയൻസ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഇതെല്ലാം കൂടാതെ സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി, ഇംഗ്ലീഷ്, ഇതെല്ലാം ഈ സബ്ജക്ട്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് 90+ മൈ ട്യൂഷൻ ആപ്പ് ലഭിക്കുന്നത്. അത് മാത്രമല്ല, ഒരു വർഷത്തേക്ക് UP ക്ലാസ്സുകൾക്കായിട്ട് 4000 രൂപയും അതുപോലെ ഹൈസ്കൂൾ ക്ലാസ്സുകൾക്ക് 5000 രൂപയും ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾക്ക് 8000 രൂപയും മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. സോ ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവർ ഡൗൺലോഡ് ചെയ്യൂ 90+ മൈ ട്യൂഷൻ ആപ്പ്. ഇനി നമ്മളൊരു ഗെയിമിലേക്ക് പോകാൻ പോവാണ്. ബോക്സ് വെച്ചിട്ടുള്ള ഒരു ബോക്സ് മാജിക് ആണ്, പക്ഷെ ഇതിലൊരു സൂത്രമുണ്ട്. അതുകൊണ്ട് തന്നെ മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് സൂത്രപ്പെട്ടി. അപ്പോ നമ്മൾ ഏതായാലും ഈ സൂത്രപ്പെട്ടി എന്ന് പറഞ്ഞ ഗെയിം എങ്ങനെ കളിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ടീമിൽ നിന്ന് 4 പേരുണ്ടായിരിക്കും. അവർ ഈ കംപ്ലീറ്റ് ബോക്സുകൾ ഇങ്ങനെ ഇതുവഴി റോപ്പ് വഴി ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പിന്നെ ഈ പോളിലേക്ക് കയറിയിട്ട് പിന്നെ ഈ അറ്റത്തേക്ക് കയറിയിട്ട് പിന്നെ ആ അറ്റത്തേക്ക് എത്തണം. ഈ ബോക്സിൽ നമ്മളൊരു സംഗതി എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം. അപ്പം നമ്മൾ ഈ പറഞ്ഞ സൂത്രവും അതാണ് നമ്മുടെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിലും ഗെയിം കളിക്കാം. അപ്പോൾ ആരാണ് ആദ്യം ബിൽഡ് ചെയ്യണമെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. അപ്പം മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് സൂത്രപ്പെട്ടി. അതിനു മുമ്പേ എനിക്കറിയാവുന്നത് ഈ സുതികളിനെ ഏറെ കോസ്റ്റ്യൂമർ വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെ വരാൻ ഒരു സാധ്യത. ഇതാരാളിയത് ഇങ്ങനെ സെറ്റൊക്കെ ചെയ്തു തരുന്നത്? ഞാൻ കൊച്ചു പയ്യനാടാ. നിന്റെ ഇളയതായതിന്റെ ഈഗോയാണ് നിനക്ക്. എനിക്ക് അതെന്തായാലും നന്നായി. അപ്പുറത്തെ ടീമില് ഈ കിണർ പണിക്കാർ വല്ലതും ഉണ്ടോ? അല്ല അസിസ് പായലും പൂപ്പലൊക്കെ ഷട്ടിനകത്തിരിക്കണം, അതുകൊണ്ട് ചോദിച്ചതാ. പായലും പൂപ്പലൊക്കെ ഇപ്പൊ കണ്ണിന്റെ കാഴ്ചയും പോയാ. തുടങ്ങാൻ പോകായിരുന്നു, എനിക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു. പറഞ്ഞോ ഒരു പാട്ട് കേൾക്കാൻ മൂടുണ്ടോ? ചേർക്കാനായിട്ടൊരു പാട്ട് കണ്ണൊക്കെ എഴുതിയിട്ടുണ്ടോ? ഓ മൈ ഗോഡ്. ഒരു ആരാധിക പറഞ്ഞ് കണ്ണെഴുതി പറഞ്ഞു ഈ എപ്പിസോഡിൽ. അല്ലല്ല, മുട്ട അടിച്ചിട്ട് കണ്ണെഴുതിയ മുട്ട അടിച്ചതിന് കാരണമുണ്ട്. നിങ്ങളെ വലിയ എന്താ പറയുക കൗണ്ടർ രാജാക്കന്മാരെ നടക്ക് വന്നെന്ന് ഞാൻ 1-2 കോമഡി പോലത്തത് പറയാൻ ശ്രമിച്ചപ്പോ പാളിപ്പോയെന്ന് നാട്ടുകാർ പിടിച്ച് മുട്ടയടിച്ചു. അത്ര ആരാധകർ നിങ്ങൾക്കുണ്ട് എനിക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെയാണ് സുധിയുടെ തലയിൽ മുടിയേ ഉണ്ടാവും. അല്ല ഇന്നലെ ഷാഫി പറഞ്ഞ് പുതിയ അളിയന് ഒരുപാട് ആരാധകരുണ്ട്. അത് കൂടുതലും പെണ്ണുങ്ങളാണ്. ഷാഫിക്ക് എനിക്ക് അയ്യോ കഴിഞ്ഞ കോമഡിയുടെ മേളിൽ പുഴുത്ത കോമഡി ഒരാൾ അടിച്ചിരിക്കുകയാണ്. ആ ഗന്ധം ഒന്നും മാറ്റാനായിട്ട് പാട്ട് വേണം. പാട്ട് നമുക്ക് ഇന്ന് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ 4 വർഷമായിട്ട് നിങ്ങളെല്ലാവരെയും വളരെയധികം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസി മലയാളികൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് അവരാണ്. അവർക്ക് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈ പാട്ട്. ശരി. അപ്പോൾ പ്രവാസി മലയാളികൾക്ക് വേണ്ടി വിനയൻ ഒരു പാട്ട് പാടുകയാണ്. പറയാനില്ല. അല്ല എന്തെങ്കിലും പറയണം. എത്ര നന്നായിട്ട് പാട്ട് ഒന്നും പറയാനില്ല. പേയ്മെന്റ് മേടിക്കണല്ലോ, എന്തെങ്കിലും പറ. എന്തെങ്കിലും പറ. അത് വേണം അല്ലേ? എന്നാ ഇത്ര നന്നായിട്ട് പാടിയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ബിജുക്കുട്ടന്റെ പെങ്ങളാണോ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവാസികളുടെ മനസ്സിലും ചെറിയൊരു നീറ്റിൽ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ? അത് മാത്രല്ല പാട്ട് നന്നായിരുന്നില്ല, പിന്നെ അതുകൊണ്ടല്ല ഷാഫി എപ്പോഴും പറയും നിങ്ങള് കോമഡി രാജാക്കന്മാരിടയിൽ ഞാനൊരു പാവം വന്നു ചെറിയ കോമഡികൾ. എന്തിന് ചെറിയ കോമഡികള്? ഈ ഒരു പാട്ട് പോലെ ഇത്രയും കോമഡി രാജാക്കന്മാരുടെ ഷൈൻ ചെയ്യാൻ അല്ലേ? അതാണ് ലക്ഷ്മി. നമ്മളിവിടെ പാട്ട് ആസ്വദിച്ചിരുന്ന സമയത്ത് സുധീറിന് എന്തോ ഒരു കോമഡി കാണിക്കാൻ വേണ്ടി വന്നു. നമ്മൾ പാട്ടിലായി പോയി. അണ്ണ ഒന്നുകൂടെ കാണില്ല. എന്താണ് കപ്പലിന്റെ ഇവിടെ വരെ വന്ന് ആരും അല്ല, അതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ഗാനമേളയല്ലേ, അതിന്റെ ഇടയിൽ കപ്പലണ്ടിയൊക്കെ വിൽക്കാലോ എന്ന് പറഞ്ഞിട്ട് സ്വന്തം കുടുംബക്കാർ പോലും മേടിക്കാതെ തിരിച്ചുകൊണ്ടേ പുള്ളി. സുധീർണ സത്യം പറ, ഈ കപ്പലണ്ടിയുടെ കോമഡി ആരാണ് പറഞ്ഞത്? ശശാങ്കനല്ല. ഇവിടത്തെ കംപ്ലീറ്റ് സ്ക്രിപ്റ്റും ശശാങ്കന. എന്തായാലും ഷാഫിക്ക് ഒരു വലിയ കൈഡി കൊടുക്കാണ് കേട്ടോ. കാരണം ഒരുപാട് കാര്യങ്ങൾ പലരും ഇങ്ങനെ ഓർത്തു പോയിട്ടുണ്ടായിരിക്കും. ആൻഡ് നമ്മുടെ ഷോനെ സപ്പോർട്ട് ചെയ്തതിൽ മെജോറിറ്റി ആൾക്കാർ എന്ന് പറയുമ്പോൾ പ്രവാസികൾ തന്നെയാണ്. അവർക്ക് ഒരിക്കൽ കൂടെ ഒരു വലിയ ഹാറ്റ്സ് ഓഫ് കൊടുക്കുകയാണ്, ഒരു പ്രണാമം കൊടുക്കുകയാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാണ്. പറയും പറയാന്ന് ഈ കോമഡി പറഞ്ഞല്ലോ, ശശാങ്കന പറഞ്ഞു തന്നെന്ന് പറഞ്ഞല്ലോ, അതിന്റെ ത്രെഡ് എന്തായാലും അസീസിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഇത്ര വൾഗാരിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ത്രെഡും ഈ ബ്രെഡും ഈ പ്ലോട്ടും ഒക്കെ ഇവിടെ നിൽക്കട്ടെ. നമുക്ക് ഏതെങ്കിലും ഗെയിമിലേക്ക് പോവാം. അപ്പൊ സൂത്രപ്പെട്ടി എന്ന് പറഞ്ഞ ഗെയിം ആയിരുന്നു. ഗെയിം എങ്ങനെ കളിക്കാം? അവിടെ കപ്പലണ്ടി വെക്കണോ വീണ്ടും? വേണ്ട. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ
നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇനി വേഗം ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പ്ലാൻ അല്ല ഫസ്റ്റ് വയസ്സിന് മൂത്ത ആൾക്കാർ കളിക്കട്ടെ. നമ്മൾ ടോസ് ചെയ്യാൻ വേണ്ടി പോവാ. ഓക്കെ, അതല്ലേ നല്ലത്. ആദ്യം ഒരു ടീം കളിക്കും, അതിനുശേഷം അടുത്ത ടീം കളിക്കും കേട്ടോ. പുതിയളിയാ ആ ബീഡിയുടെ ചുക്ക മാറ്റിയിട്ട് ഒരു നാണയം എടുത്ത ഹെഡ് ആണോ ടെയിൽ ആണോ? അടിമാലി വിളിച്ചോ. ഹെഡാ. ഹെഡ്. ഓക്കെ ഓക്കെ. ബിൻചേട്ടൻ തറയിട്ടാ മതി ഇങ്ങനെ തറ. വിളിച്ച് പറയാം കാരണം ഇട്ടാ മതിയോ? ഇവിടെ ഇട്ടാ മതി. തറയിട്ടാ മതി. അപ്പൊ നിങ്ങൾ കളിക്കണം. അപ്പൊ ബിൻചേട്ടന്റെ ടീമാണ് കളിക്കേണ്ടത്. എന്താ ജയിക്കാൻ പോണ ടീമിനെ കളിയാക്കുന്നേ? അടിയാൻ വെച്ചേരും കേട്ടോ. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ കൗണ്ട് ഡൗൺ പ്ലീസ്. ഐശ്വര്യ തിരിഞ്ഞു നിൽക്കും, ഇങ്ങോട്ട് ഞാൻ നിൽക്കുന്നത്. ഇപ്പുറത്തെ കൈയിട്ട് പിടി. എങ്ങനെ കൊണ്ട് തള്ളു, ഇങ്ങോട്ട് തള്ളു. അയ്യോ, ഇങ്ങോട്ട് തള്ളി പിടിച്ചാലേ പറ്റുള്ളൂ. ഞാൻ പിടിക്കാം, നീളത്തെ വലിയ പോകുന്നത്. ആ റെഡി. ആ പൊങ്ങട്ടെ. ആ അങ്ങനെ തന്നെ ഇങ്ങോട്ട് തള്ളി ബാക്കിലിടൂ. ബാക്കി പോ മക്കളെ. ബാക്ക് മാറ്. നെൽസൺ സൈഡും ഫ്രണ്ട് പൊക്കരുത്. തള്ളേ, മുട്ടുകാല് വെച്ച് മേലോട്ട് തള്ളേ. അത് തന്നെ കളി. നീ ചിരിക്കടാ, നീ വന്ന് നോക്ക്, നീ അറിയില്ല. നീ ശ്രദ്ധിക്ക്, ഫ്രണ്ടിൽ പോണ ആളെ ശ്രദ്ധിക്ക്. പിന്നെ നീ വന്നിരുന്നേ സൂപ്പർ ആയിരുന്നു. ആ ഇതൊന്നും പോരാ, ഹിന്ദി എഴുതി വെച്ചു. ഹിന്ദിയാണ്. ഹിന്ദി നഹിമാലു. ഹിന്ദി നഹിമാലു. അവിടെ തെറ്റി, അവിടെ തെല്ലിങ്ങി പിടിച്ചാൽ മതി, തെല്ലിയാ മതി. അങ്ങോട്ട് ബാക്ക് മാറി. നിങ്ങള് ആ കട്ട ഓടിക്കല്ലേ? സ്പീക്കറും ചവിട്ടി പൊടിച്ചോളെ. അത് ഒടിക്കല്ലേ എന്റെ മക്കളെ, നിങ്ങൾ ഒടിക്കല്ലേ? ഓടിക്കാന്ന് പിടിച്ചാൽ മതി, തെല്ലാതെ. ഇതാണ് പാട്. ശരി, തള്ളണം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. തള്ളു, ഓടിക്കില്ലേ. എന്റെ പൊന്നളിയാ, നീ ബാക്കോട് മാറ്. എന്റെ സുധി, നീ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോന്നേ. ഞാൻ കൈ പിടിച്ച് ഓടിക്കുവേ. അത് കേറൂല. അത് കേറാൻ വഴിയില്ല. എന്റെ ഈ കട്ട തിരിഞ്ഞിരിക്കും നമ്മള്. അടിപൊളി. ബലൂൺ പൊട്ടിക്കാൻ പാടില്ല. നീ ഇങ്ങോട്ട് തള്ളു മക്കളെ. ഞാൻ തള്ളുന്നുണ്ട്. മോളെ അല്ല ഞാൻ പറയുക. ഈ സുധി ബാക്കോട് മാറി. സുധി കളിയാ. ആ നീ മുന്നോട്ട് പോകരുത്, നേരെ നിൽക്കണം. അല്ല ഇതിൽ ഞങ്ങൾക്ക് വേദനയുണ്ട്. നിങ്ങൾ ഇവിടം വരെ എത്തിച്ചല്ലോ, അത് വലിയ. വെരി ഗുഡ്. ട്രൈ. ഇന്ന് സുധേണ്ണ നിങ്ങൾ ജയിക്കാത്തതിന്റെ കാരണം ഹിന്ദി ആയുണ്ടല്ലോ, അവിടെ കൊണ്ട് അടുക്കി വെക്കാറുള്ളൂ. മൊത്തം പ്രശ്നം. അടിപൊളി. ഒടിയായിരുന്നാ മതി. ഇനി നെൽസൺ അങ്ങോട്ട് പോകും. മോളെ ഐസു കൊടുവാ. തള്ളിക്കോ, മാക്സിമം തള്ളിക്കോ. തള്ളി എന്നെ മറിച്ചിടരുത്. പതുക്കെ ആ റൂട്ടിൽ തന്നെ പോട്ടെ. പതുക്കെ. ഇതാണ് റേഞ്ച്. പതുക്കെ. ഇവിടെ ഞാൻ നിങ്ങൾ കറിഞ്ഞു വാ. പതുക്കെ. ഐഷു പോട്ടെ. ആ നിക്ക നീ പതുക്കെ. നെൽസാ പോകല്ലേ. പ്രസ് ചെയ്ത് തള്ളിക്കോ. അടിമാലിപ്പുറത്ത് പ്രസ് ചെയ്ത് വരുന്നാ മതി. ലേശം പതുക്കെ. തള്ളിപ്പോട്ടെ. എനിക്ക് പതുക്കെ പോ. നിങ്ങൾ ദൈവത്തെ ഓർത്ത് പതുക്കെ പോ. ഒരു മിനിറ്റ്. തള്ളിക്കൊണ്ടും കൈ എടുക്കാവൂ. നീ തള്ളിക്കൊണ്ട് കൈ എടുക്കാവൂ. ഓക്കെ. മീനാക്ഷി ടൈറ്റ് ചെയ്യൂ. ഈ കൈ നെൽസ അങ്ങനെ പോലെ. നെൽസ താത്ത അങ്ങനെ പോട്ടെ. ടൈറ്റ് ചെയ്ത് പോട്ടെ. വെരി ഗുഡ്. കം ഓൺ. താത്ത എന്റെ പൊന്ന് ഐശു. തള്ളു. എന്തിനാ കാണിക്കാൻ? കുഴപ്പമില്ല. പതുക്കെ. അത് കുഴപ്പമില്ല. പതുക്കെ. സെൻട്രലിൽ പുള്ളി മുട്ടിക്കരുത്. കൈയെടുക്കരുത് വീഴും. കൈ ഇരിപ്പോടെ വെച്ചാലേ കളി എടുക്കാം. ക്യാപ്റ്റൻ കൊണ്ട് കളയും. ശ്രദ്ധിക്കണേ. കുഴപ്പമില്ല. ഞാൻ താത്തി. അനക്ക ഞാൻ സ്റ്റോപ്പ് അവിടെ പൊങ്ങി. അടിമാലിയിലവിടെ പൊങ്ങി. അടിമാലി താക്കടിമാലി.
എത്തി എത്തി എത്തി. അതെ അതെ ഐശു ഐശു. ആ നിക്ക നിക്ക നോക്ക. വാ. നിക്ക നിക്ക. ആ പതുക്കെ പോട്ടെ. അല്ല ഇങ്ങനെ പൊക്കോട്ടെ, കുഴപ്പമില്ല. തള്ളിയാ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. വാ. നെൽസൺ നോക്ക് നെൽസൺ. വാ വാ. വെരി ഗുഡ് നല്ല പ്രസ് ചെയ്ത് പോയി. പോലെ നിങ്ങൾ എത്തിയിരിക്കുകയാണ്. എടാ, നിങ്ങളിതാ കാണുക. നെൽസണിന്റെ ടീം എത്തിയിരിക്കുകയാണ്. വെരി ഗുഡ് വെരി ഗുഡ്. തള്ളി പിടിച്ചാ മതി. ഇനി അവിടെ വന്ന് ഹിന്ദി അടുക്കണം. അളിയാ ഒടിയാ നോക്കിയാ. തള്ളി വാ. നോക്കണേ, ശ്രദ്ധിക്കണം, ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. നേരെ കോ ഹിന്ദി മാലു. നേരെ പോയാ ഒന്നും ചെയ്തില്ല. നോക്കിയാ. പോട്ടെ. മറിക്കരുത്, ദൈവത്തെ ഒത്ത് മറക്കല്ലേ. സൂപ്പർ സൂപ്പർ. ഇനി താഴെട്ടിടാലോ. ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഞാൻ ഇവിടെ വരെ എത്തിച്ചു, നിങ്ങളായിരിക്കണം പാടായി. എടി എങ്ങനെ എടാ ഇങ്ങനെ വെക്കണോ? हिंदी एक तोरन भाषा है. തുതികളെയും പറയുന്നത് പാൻപരാഗെന്ന് എഴുതി വെച്ചേക്കണേ. എമ്മ എടുത്തിവിടെ വെച്ചേ നോക്കട്ടെ. മാ എടുത്തിവിടെ വെച്ചാ തുമ്ന്ന് വരും. വരുമ്പോ അത് തന്നെ തും അതില്ല. വരുമ്പോ ടൗലെടുത്ത് കൈ പിടിച്ചാൽ മതി. ഇത് ഹിന്ദി ചാനൽ കാണുവാണ്, എന്റെ വില മൊത്തം പോകൂലോ. എനിക്കാണ് 2 ഹിന്ദി പടത്തിലേക്ക് അവസരം കിട്ടി നിൽക്കുക ഞാൻ. ഈ ഒരൊറ്റ ഗെയിം കൊണ്ട് എന്റെ ഭാവി, ഹിന്ദിയിലെ ഭാവി നശിപ്പിക്കും. പറഞ്ഞോട്ടെ ജവാൻ, ഇതിനകത്താണ് ജവാൻ. പുതിയ ഏതൊരു ജവാന്റെ കാര്യം പറഞ്ഞു. അവൻ പറഞ്ഞാണെങ്കിൽ വേറെ ജവാനായിരിക്കും. ഇവിടെ അടിയിൽ ഇങ്ങനെ അടിക്കുന്നതാണ്. ഇതില് പായ ഏതാ സുധിച്ചേട്ടാ? പാ സെന്ററിൽ ഇരിക്കുന്നത്. ആ തലയണയോ? പായുടെ അടിയില് നാക്കിടുന്ന എന്ത് പറയും? ഇറങ്ങിപ്പോടാ നായെന്ന് പറഞ്ഞു. ശരി, ഓക്കെ. ഒരു കാര്യം ചെയ്യാം, എല്ലാരും എന്റെ റൈറ്റിലേക്ക് വരും. ബിൻചേട്ടൻ എന്റെ ലെഫ്റ്റിലേക്ക് വരും. കാരണം ബിൻചേട്ടൻ എപ്പോഴും എന്റെ ലെഫ്റ്റ് ഹാൻഡ്. എന്റെ ഈ കൈയാണ് ബിൻചേട്ടൻ അറിയാം. എന്താ ഹിന്ദിയിലെ പാവി കളയാനായിട്ട് ഒന്നും പിടികിട്ടുന്നടാ അസീസേ. ഞാൻ വേർഡ് പറയാൻ പോവാണ്, വെക്കാൻ പോവാണ്. ഓക്കെ, നമ്മള് വെക്കേണ്ട വേർഡ് പാൽതു ജാൻവർ. ആയി ബേട്ടാ. എടാ ഞാൻ ചുമ്മാ കാണിക്കണാണ്. പറഞ്ഞു കൊടുക്ക. പറഞ്ഞു കൊടുക്കുന്നത് നമ്മള് ഒന്ന് നമ്മുടെ കുട്ടിക്കാലത്തിലേക്കൊക്കെ ഒന്ന് പോവാണ്. ഹിന്ദി അറിയുന്ന എത്ര പേര്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കുകയാണ്. ഒന്ന് വേഗം വീട്ടിലിരുന്ന് ബിൽഡ് ചെയ്തോളൂ കേട്ടോ. ഡൽഹിയിലേക്കൊന്നും വിളിക്കൊണ്ട് കുഴപ്പമുണ്ടോ? തിരുവനന്തപുരം മാറ്റി പിടിക്കാല്ലേ? ശരി, ഓക്കെ, വേഗം വെച്ചോളൂ. പാൽ. തൂ എവിടെയാ? നോക്ക്, നിന്റെ മുന്നിൽ നിൽക്കുന്ന കാണാമേയോ? അവനെ മുമ്പിൽ വെച്ചോ ചോദിക്കാ തൂ എന്ത് ചെയ്തു? അളിയാ തൂ എഴുന്ന എങ്ങനാ? താ ഹിന്ദിയിലെ താ എങ്ങനാ? ആങ്കറോ? ബാക്കി അനു വെക്കും ചേട്ടാ. ചേട്ടനെ ഹെൽപ്പ് ചെയ്യണമെന്ന് അനുവിന് ആഗ്രഹം. എന്നെ ഹെൽപ്പ് ചെയ്യാനല്ല, എന്നെ കൊലക്ക് കൊടുക്കാന്ന് പറ. പക്ഷെ ആരും പോരട്ടെ. ബാക്കി താഴെ വെച്ചാൽ കുഴപ്പമില്ല. അത് തന്നെ. അനു സഹായിക്കണോ? വേണ്ട. അല്ല അയ്യോ മറിച്ചു. പാൽത്തു ജാൻവർ താഴെ പോയേ. എന്റെ പാൽത്തു ജാൻവർ നല്ലൊരു പാൽത്തു ജാൻവർ. എടി ഇവിടെയാണ് നീ ഇടക്ക് കറക്കുവാണോ? ഇതാ ശരി, ഓക്കേ, കം ഓൺ എവരിവൺ, റെഡി 1 2 3 സ്റ്റാർട്ട്. പാൽതു ജാൻവർ. പാൽത്തു ജാൻവർ. കൊടുക്ക്. അല്ല ഒരാളെ പൊക്ക്. പൊക്കളിയാ. ഓക്കേ, ഇവിടെ പൊക്കണം. എന്നെ പൊക്കളിയാന്നൊക്കെ വിളിച്ചോളൂ. ഗോവിന്ദ. അങ്ങനെ ഇവര് ടാസ്ക്
കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കുറെ പേര് ഗാലറിയിൽ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഗെയിം? നിങ്ങൾ ഏറ്റവും ആദ്യം പറയൂ. സൂപ്പർ. പാൽത്തു ജാൻവർ എപ്പടി? അടിപൊളി. ഓക്കേ. ടാസ്ക് ഇതിലും വലിയ ടാസ്ക് അതായിരുന്നു. സത്യം. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇവിടെ കൊണ്ടുവരില്ല. ബ്രില്യന്റ് ആയിട്ട് കളിച്ചൊരു ഗെയിം ആയിരുന്നു കേട്ടോ. നിങ്ങൾ ഇവിടുത്തെ കോർഡിനേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇവിടെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ച സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, പക്ഷെ ഇത് ഭയങ്കര രസമായിട്ട് ഈ ഗെയിം ഈ ടാസ്ക് ഞാൻ ഹിന്ദി ടീച്ചർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. ഏതോ ഒരു ടീച്ചർ. ഓക്കെ, ആ ടീച്ചർ ഒന്ന് കാണും. ഓക്കെ, ഇനി പാൽത്തു ജാൻവറിന്റെ അർത്ഥം എന്താ ബിൻചേട്ടാ? ഒരു കറവക്കാരന്റെ ദീനരോധനം അല്ലെങ്ങനെയല്ലേ? ഒരു പാല് കറക്കുന്ന കറവക്കാരന്റെ ദീനരോധനം. ഫൈൻ. ഏതായാലും നമ്മൾ ഈ ഒരു റൗണ്ട് ഇവിടെ തീരണില്ല. ഇത് കംപ്ലീറ്റ് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇനി അസിസ്കയുടെ ടീം വരണം. അവിടെ ഇരുന്ന് ഒരുപാട് ഗൈഡ് ലൈൻസ്. എനിക്ക് തോന്നുന്നു 2 ടീം ഒരുമിച്ച് കളിക്കുന്ന സമയത്ത് എപ്പോഴും കോമ്പറ്റീഷൻ സ്പിരിറ്റ് ആണ് വരാറുള്ളത്. പക്ഷെ അവര് സിൻസിയർ ആയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പാല് തരുന്ന മൃഗത്തെ, സ്പിരിറ്റ് തരുന്ന മൃഗത്തെ എന്തെന്ന് പറയും? സ്പിരിറ്റോ ജാൻവർ. എന്നാ നോക്കണേ? സ്പിരിറ്റു ജാൻവർ. സ്പിരിറ്റ് ടു ജാൻവർ, 2 അല്ല 2 ജാൻവർ. ശരി, സുധി ജാൻവർ എന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരു പാൽത്തു ജാൻവറിനെ ആലോചിച്ച് എവിടം വരെ ആൾക്കാർ എത്തിയല്ലേ. ഇനി ഓപ്പോസിറ്റ് ടീം എന്തായിരിക്കും അവർക്ക് കിട്ടാൻ പോവാന്നുള്ളത് അറിയില്ല. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്കുള്ള കൗണ്ട് ഡൗൺ പ്ലീസ്. അടുക്കുന്നിട്ട് മാറ്റുന്നു. നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഒന്നും ചെയ്യല്ലേ. അസീസിന് കയറണ്ട. അസീസിന്റെ പള്ളി പെരുന്നാളിന് പോകണോ? പോന്നല്ലോ. സംഭവം ചരിക്കല്ലേ. സ്ട്രൈറ്റ് പോണം. നിങ്ങൾ പ്രസ് ചെയ്യല്ലേ. ചാപ്പി നേരെ നീ പ്രസ് ചെയ്താൽ ശശാങ്ക മാക്സിമം ഇങ്ങോട്ട് പ്രസ് ചെയ്താൽ അടിയുന്ന പ്രസ് ചെയ്താൽ സിമ്പിൾ. ഒരുപാടി ടീം എന്തുവാണെന്ന് കാണിക്കുന്നത് ഇവിടെ. അതിലേക്ക് പോ, അങ്ങനെ പോ. വെരി ഗുഡ്. അതുവഴി ചാടറ ദൈവടി. അങ്ങനെ തന്നെ അങ്ങനെ ഉള്ളിക്കൂടെ ചാടറ. ഉള്ളിക്കൂടെ ചാട്. കസാങ്ക ഉള്ളിക്കൂടെ ചാട്. താഴ്ന്ന് പ്രസ് ചെയ്താൽ വിടല്ലേ. താഴ്ന്ന് പ്രസ് ചെയ്താൽ വിട്ടോ. കള്ളക്കളി. ശശി നോക്കി. ശശുവിനെ കൊണ്ട് പറ്റും. ജർമ്മനിയാണോ? ജർബാറാണോ? ദർബാറിനാണോ കുട്ടി ഉദ്ദേശിച്ചത്? അല്ല, ഇത് മറ്റേ സിനിമയില് ഞങ്ങള് പറയേണ്ടി വരും. ജർബാലി. അവിടെ ഷാഫിക്ക് ഭയങ്കര കാൽക്കുലേഷനും ഷാഫിക്ക് എന്തൊക്കെയോ പറഞ്ഞു. ഒന്നുമില്ല. ചൂടോ ഇതിനോടാണ് പറഞ്ഞത് ചീത്തയായിരിക്കും. ഇനി ഷാഫിക്ക് എഴുതട്ടെ. ശശു വായിക്കട്ടെ. ജംഗിളി. അതേത് കിളി? ജംഗിളി ജാൻ. ബാക്കി ശശു വെക്കട്ടെ. ബാക്കി ശശു വെക്കട്ടെ. ജംഗിളി. യെസ്, വരൂ. ഇനി എന്താ ഇത് വാക്ക്? ഭൂതഗണാതിസേവിതം. ഇഞ്ചാഞ്ജലിയോ? ശശാങ്ക ഇഞ്ചാണ് എടുത്തോണ്ട് നമുക്ക് മേല് തേച്ച് കുളിക്കാൻ എടുക്കാം. അപ്പൊ ഇതെന്താ ഇതും കൂടെ കൂടുമ്പോ? ജഹാംഗീർ. ഇതെന്താ ഒരു മിനിറ്റ്. അപ്പൊ ഇതോ ജംഗലി. ഓക്കെ. ബാക്കി ജംഗലി ജാൻ. ബാക്കി എന്ത് വെക്കണം? ജംഗലി ജാൻ. എനിക്കറിയാം നിന്നെ കുറിച്ച്. അല്ല, ഇനി ബായും ഇറും കൂടെ വെച്ചാൽ മതി. ജംഗലി ജാൻബർ അല്ലേ? അതെന്താ അസീസ് വെക്കണേ? നേരത്തെ വളർത്തുമൃഗമല്ലായിരുന്നു, ഇത് കാട്ടുമൃഗം. ഫൈനൽ ഔട്ട്. അവർ ടാസ്ക്
കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ വേർഡ് ആരാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണേ? ജംഗലി ജാൻവർ എന്ന് വെച്ചാൽ ആ. ഷാഫി പറയും എന്ന് വെച്ചാൽ ജംഗിലി ജാൻവർ എന്ന് പറഞ്ഞാൽ കാട്ടുമൃഗം, അത്രേ ഉള്ളൂ. Wild animal. ഉദാഹരണം വേണോ? ഞാൻ പറയുന്നില്ല. അല്ലല്ല സുഹൃത്തെ, ഞാനൊരു കാര്യം പറയാം. ഞാൻ ആദ്യം പറഞ്ഞു ആ. കാട്ടുമൃഗമാണെന്നുള്ള അതെ. കാര്യം. ശശി തന്നെയാണല്ലോ വെച്ച് എങ്ങനെ കംപ്ലീറ്റ് ശരിയായോ? പക്ഷേ അപ്പോ ഇതില് ഏറ്റവും ബ്രില്യന്റ് ആയിട്ട് പ്ലേ ചെയ്തത് ഇവരുടെ ഈ ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നു. അതല്ലാതെ ഫസ്റ്റ് ഈ വേർഡ് കണ്ടുപിടിച്ചത് നമ്മുടെ ഷാഫിക്കാണ്. ഷാഫിക്ക് ചൈതന്യം കൂടിയിട്ടാ ഞാൻ ഇവരെ മർമർ ചെയ്യണം ഞാൻ കാണുന്നുണ്ടായിരുന്നു. എന്തായാലും രണ്ട് ടീമും കളിച്ചത് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ടാസ്ക് എന്താ പറയാ മിനിറ്റും സെക്കൻഡ് വെച്ചിട്ട് എങ്ങനെ തീർത്തെന്ന് അറിയില്ല. ബ്രില്യന്റ് പ്ലേ അസീസ്ക ആൻഡ് ടീം, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ ഈ സൂത്രപ്പെട്ടി എന്ന് പറഞ്ഞ ഗെയിം കഴിയുമ്പോ ഇതിൽ ജയിച്ചിട്ടുള്ളത് നമ്മുടെ അസീസ്ക ആൻഡ് ടീം. അങ്ങനെ ഓൺലൈൻ ഷോപ്പിംഗ് പ്രേമികൾക്കായിട്ട് ഒരു ഗുഡ് ന്യൂസ് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. www.myg.in എന്ന വെബ്സൈറ്റിൽ മാർച്ച് ഫെസ്റ്റ് സെയിലിലൂടെ നിങ്ങൾക്ക് അടിപൊളി ഷോപ്പിംഗ് നടത്താം കേട്ടോ. അപ്പം മാർച്ച് ഫെസ്റ്റ് സെയിൽ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാഡ്ജറ്റ്സ് ലൈക്ക് സ്മാർട്ട് ഫോൺ ആവട്ടെ, ലാപ്ടോപ്പ് ആവട്ടെ, ടാബ്ലറ്റ്, ഇതെല്ലാം എല്ലാ ബ്രാൻഡഡ് ഗാഡ്ജറ്റുകളും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നിങ്ങളുടെ വിരൽ തുമ്പിൽ. അപ്പോൾ ഈ ഒരു ഓഫർ വളരെ പരിമിത കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. സോ ഒട്ടും വൈകണ്ട, ഇപ്പൊ തന്നെ ഷോപ്പ് ചെയ്യൂ. ഹാപ്പി ഷോപ്പിംഗ് വിത്ത് മൈജി. ഹായ് വീണ്ടും സ്വർണ്ണച്ചാട്ടായി. സ്വർണ്ണച്ചാട്ടയെ പറ്റി യൂട്യൂബിൽ കുറേ നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം സിൽവർ ഓർണമെന്റ്സ് ഇട്ട് നിൽക്കുന്ന ഞാൻ എന്താ സ്വർണ്ണച്ചാട്ട പിടിച്ച് നിൽക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ഭയങ്കര അഭിമാനം മുഖത്തുണ്ടല്ലോ. ഏറ്റവും വലിയ അഭിമാനമല്ലേ ചേട്ടാ, ഇനി ഇപ്പൊ കിട്ടുന്ന സമയത്തെ ആ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഊരി. അല്ല അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ചമയാൻ റെഡി ആയിക്കോളൂ. ഞാൻ എന്താ വിളിക്കാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാൻ പോവാണ്. നമ്മുടെ ശശു. ശശു വന്നോളൂ, ചിങ്ങട മണി അടിച്ചോളൂ. അടി ശശാങ്കൻ ചേട്ടാ, കൂട്ടമണി. ഈ ഹിന്ദി അറിയാത്തവനാണ് പെർഫോമർ. ഹിന്ദി അറിഞ്ഞുകൂടെങ്കിലും ഞങ്ങൾ ജയിച്ചില്ലേ, അതല്ലേ പെർഫോമർ. ഹിന്ദി അറിയില്ലെന്ന് പറയരുത്, അതിന്റെ അർത്ഥം വരെ പറഞ്ഞ ആളാണ് ഞാൻ. തും കർത്താവുമ്പോ എന്ത് പറയടാ? തും കർത്താവുമ്പോ ചേട്ടൻ ഭർത്താവായാ മതി. ഓക്കെ, അപ്പൊ വന്നോളൂ. ആരാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോണേ? ശശാങ്ക, ആ തും കർത്താവ് എന്താണോ ഒന്ന് കാണിച്ചോടാ. തും കർത്താവ് ടെൻഷനായി പോയി. ആ തും കർത്താവ് എന്താണ് ഒന്ന് പറഞ്ഞു. ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ് വയസ്സാങ്കാലത്ത് എറാത്ത ഓരോ കാര്യം പറയും. അവരങ്ങ് പോയതായിരുന്നു. ഒരടി കൊണ്ടിട്ട് ഹിന്ദി പറയണം. ഹാ ഹൂ ഹേ, അത് പറയിപ്പിക്കണല്ലോ. मेरा जिंदे का नाम तो किसी को माफ कर दो नहीं कर सकते. അതിനെല്ലാം കേട്ട് കഴിഞ്ഞാണ്ടല്ലോ. അവനെ കുഷ് കത്തനെ എന്റെ മൂത്ത മോനെ കൊണ്ട് അടിപ്പിക്കുന്ന പറഞ്ഞേട്ടാ. എന്തായാലും അവിടെ തിരിഞ്ഞു കേട്ടോ. ഐശ്വര്യമായിട്ട് എന്തായാലും തും കർത്താവിന് ഒരെണ്ണം കൊടുക്കട്ടെ. കർത്താവിന് ഒരല്ല. തുംസെ ജഗട കർത്താവ്. ഹിന്ദിയും മാലും ഞാനും ജോജി അടിച്ച് നിങ്ങളെല്ലാവരും ധൈര്യമായി ഉറങ്ങിക്കോളൂ. ഞാൻ ഈ അടി മേടിച്ചോളാം. കർത്താവുമ്പോ എന്താണ് പറ. കർത്താവുമ്പോ എന്താ ഇനി അന്തസ്സായിട്ട് പറയണം. പോയി മേടിച്ചോ. ഇനി ആരെങ്കിലും തും കർത്താവിനെ പറ്റി ശശുവിനോട് ചോദിച്ചാ ഇങ്ങനെ ഇരിക്കും. അത്രേ ഉള്ളൂ. നെൽസൺ ചേട്ടൻ. ശ്രീവിദ്യ റൂട്ട് മാറ്റി പിടിച്ചോ? നീ നെൽസൺ ചേട്ടൻ അടിച്ചിട്ട് വേണം അടിമാലി കരയാൻ. എനിക്ക് നെൽസൺ ചേട്ടൻ മതി. ഇല്ല, ഞാൻ വരില്ല, എനിക്ക് വേറെ ആളുണ്ട്. അടിമാലി അടിക്കാത്തതിന്റെ കാര്യം എന്ത്? ഇനി ഒരു കള്ളുകൂടിയൻ അടിക്കണം നിനക്കെന്താ നിർബന്ധം? സ്റ്റേജിൽ കള്ളുകൂടിയൻ കളിക്കുന്ന സ്റ്റേജിൽ കള്ളുകൂടിയൻ കളിക്കുന്ന കള്ളുകൂടിയനെ അടിക്കാൻ നിങ്ങളെല്ലാരും സെലക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എന്നും ഇത് തന്നെ. എന്നും കപ്പയും ഉണക്കമീനും. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അടിമാലി അടിക്കാനാണ്. ജനങ്ങൾ കോംബോ ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരുപാട് ഇഷ്ടപ്പെടുന്നു. കോംബോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞാൻ അങ്ങോട്ട് അടി മാത്രമേ കൊടുക്കാനുള്ളൂ ചേട്ടാ. അതാണ് കോംബോ. അതാണ് കോംബോ. അതാണ് വേണ്ടത്. എന്നാ പിന്നെ വാ. ഞാനടി കള്ളു കുടിച്ചു വരുമ്പോ ലോക്കൽ കെട്ടിയോളോ എങ്കിൽ വാടി പറയുമ്പോ വരാനായിട്ട് അടി കിട്ടാനല്ലോ വാ. കാലം കെട്ട്
കോലം കെട്ടുപോയി ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞു പോയി. ചേട്ടാ അവിടെ ഇല്ലടി, ഇല്ലടി, എന്തൊക്കെയാ ഇല്ലടി. ചേട്ടാ? അവിടെ തന്നെ ശ്രീവിദ്യാന്ന് എഴുതി വെച്ചിരിക്കുകയാണല്ലോ. ഇവിടെ ശ്രീവിദ്യ അവിടെ കട്ട റമ്മെന്ന് എഴുതി വെച്ചേക്ക. സുധിയേട്ടൻ പറഞ്ഞ കോമഡിക്ക് കേറി വരാനുള്ള വഴി വെട്ടണം. അവിടെ കട്ടറമ്മെന്ന് മാത്രമല്ല അവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് മേളിൽ ഒന്നും ഒന്നുമില്ല പറഞ്ഞിട്ട് ഒരു കാര്യം. അല്ലല്ല എന്റെ മേളിൽ പോത്തില്ല. സത്യം പറഞ്ഞാൽ സുധിയേട്ടൻ പറഞ്ഞതില് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അണ്ണ ഒന്ന് ആക്റ്റീവ് ആവണം. പക്ഷേ സുധിയേട്ടൻ ഈ വർഷത്തെ ഏറ്റവും കിടിലൻ ഇത് ആവശ്യമില്ലാത്ത comedy. അപ്പൊ എന്റെ ആഗ്രഹമുണ്ട് സുധിയേട്ടൻ ആ കോമഡിക്ക് ഒരു അടിയാണ് ഏറ്റവും നല്ല കോമഡിക്കുള്ള പെർഫോമർ. അത് വീണ് ചാവാതെ നീ അത് പ്രകൃതിക്ക് പോലും ഇഷ്ടപ്പെട്ടില്ലടാ അവന്റെ കൗണ്ടർ. അതാ ഇങ്ങനെ സംഭവിച്ചത്. പ്രപഞ്ചം വരെ പ്രതികരിച്ചു തുടങ്ങിയോടാ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അപ്പൊ പറ, മറ്റു ചോദ്യത്തിന് ഉത്തരം പറ. ഏത് മറ്റേ ചോദ്യം? നീ എന്നോട് സീക്രട്ട് ആയിട്ട് ചോദിക്കുന്ന ഉത്തരം ഞാൻ ഇവിടെ പറഞ്ഞു. ആം കർത്താവായിട്ട് വരുമ്പോ ക്രിയ എന്ത് വരും? ക്രിയെ പിടിച്ചൊരു ഒറ്റ വലി കൊടുത്താൽ പറയട്ടാ. എന്നതാ ഹം കർത്താവായിട്ട് വരുമ്പോ പ്രിയ എന്താവും? അല്ല, ക്രിയ ആര് വരും? ഭാര്യയായിട്ടാ വരുവായിരുന്നെങ്കിൽ ഞാൻ ഒരു കോമഡി പറഞ്ഞു. ഇത് ഭർത്താവായിട്ടല്ലേ വരുന്നത്. എനിക്ക് ഈ ഭർത്താക്കന്മാരോട് വരുന്നില്ല താല്പര്യം. എനിക്ക് ഭാര്യമാരോട് താല്പര്യം. നന്നായിട്ട് അടിക്കണോട്ടെ, എനിക്ക് വേദനിക്കണം, അല്ലെങ്കിൽ ഞാൻ ദേഷ്യം വരും. എവിടെ പോണ നീ? ഒരു ചായ കുടിക്കാൻ പോയത്. പാല് മേടിക്കാനാണെങ്കിൽ ഒരു പാല് ഒരു ബ്രെഡ് ദിനേശും. ഓക്കെ, അടുത്താണ്. ശരിയോ? അവർക്ക് കട്ടൊക്കെ കട്ടിരുന്ന എനിക്ക് കാരണം എന്റെ ആരോഗ്യത്തിന് ഒത്തുള്ള ഒരാള് വേറെ ആരും ഇല്ല. ആരോഗ്യമുള്ളതിനെ കാര്യം മേം കർത്താവുമ്പോൾ വല്ലവനൊക്കെ ഭർത്താവാണെങ്കിൽ എന്റെ കൊച്ചെന്ത് പഠിച്ചടാ. പറയണ്ട അവിടെ നിന്ന്. 1 2 3 ഗോ. മുടി നീട്ടി വളർത്തി ബലൂൺ പോലത്തെ ഒരു ഡ്രസ് വിട്ടിട്ട് ഒന്നാ അടിക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ചല്ലേ? നല്ല അടിയായിട്ട് സ്ഥലം തെരഞ്ഞു പിടിച്ചടിക്കുന്ന ആളാണ് സീൻ. കഴിഞ്ഞ ന്യൂ ഇയറിന് അടിച്ചതാന്നൊക്കെയുള്ള രീതിയിലാണ് അടിച്ച അടിയുടെ വേദന കാരണം ഒരു മാസം കിടപ്പിലായിരുന്നു. അതാ വരാന ഫ്ലോറിലോട്ട്. അല്ല ആ മണി ഒന്ന് വെച്ച് കെട്ടി കൊടുക്കണ ഒരു അടി അടിക്കട്ടെ. നല്ല കോമഡി പറഞ്ഞു. കോമഡിയല്ല, അവള് സീരിയസ് ആയിട്ട് പറഞ്ഞു. അളിയാ ഉള്ള അടിയും കൊണ്ടിട്ടെങ്കിൽ വാ നൽസാ. അടുത്തതായി 75-ലെ റഹ്മാൻ അടി കൊള്ളുന്ന ഭീകര കാഴ്ച കാണാൻ. ഒരു മധുരക്കിനാവിൽ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിരായിരമാശകളാൽ ഒരു പൊണ്ണ നീ തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. താങ്ക് യു വെരി മച്ച്. അപ്പൊ അടി കിട്ടിയാൽ പാട്ട് അവൻ പാടും. സാധനം വന്ന് കൃഷ്ണമണിയിലെ കൊണ്ടിട്ട് ഇവിടുന്ന് ഉളപ്പുള്ളി അപ്പം പോണാരി പോണ്ടി വരും. ഇവിടുന്ന് 16 വർഷം എന്നൊക്കെ പറഞ്ഞ് പോണ്ടി വരും. വെണ്ണിലവേ വെണ്ണിലവേ പിന്നൈ താണ്ടി വരുവായാ വിളയാട ജോഡി തേവൈ இந்த பூலோகத்தில் யாரும் பார்க்கும் முன்னே உன்னை அதிகாலை அனுப்பி வைப்போ. चंदारे चंदारे कभी तो जमीन पर आ बैठेंगे बातें करेंगे. പാട്ടോടെ അടിക്കണത് ഞാൻ നിലവേ നിനക്കിതാൻ രസിപ്പതേ இதயம் உன்னை உன்னை தான் சிரிப்பதே നിലമേ ആ മധുരേ തേനുണ്ണാൻ മോഹങ്ങളേറി തിരക്ക് രഹിത അതെ കുഴപ്പമില്ല. അത് ഞരമ്പ് മാറി അടി കൊണ്ടതിന്റെ. അടിമാലി ഇവനെ വിനയൻ നിന്ന് വിളിക്കരുത്. ഇവന്റെ ശരിക്കുള്ള സ്റ്റാൻഡ് എടുപ്പോഴാണ് മനസ്സിലായത്.
ബസ് സ്റ്റാൻഡിൽ പോലും ഇങ്ങനെ പാണ്ടിക്കാർ കിടന്ന് ഡാൻസ് കളിക്കുന്നത്. അല്ല, മലപ്പുറത്തെ വലിയൊരു മാപ്പിളപ്പാട്ടുകാരൻ ഭയങ്കര ഗായകൻ എന്താ കാണിക്കണേ? അല്ലല്ല, എന്താ ഡാൻസാ കാണിച്ചതെന്ന് പറഞ്ഞത്? ഇങ്ങനെ അയ്യോ എടാ, നീ കേരളം അറിയപ്പെടുന്ന ഒരു ഗായകനാണ്. അങ്ങനെ അറിയപ്പെടുന്ന ഒരുപാട് മഹാന്മാർ പല തരത്തിലുള്ള ഒരു മഹാനും ഈ സൈസിലുള്ള ഡാൻസ് കളിക്കണം ഞാൻ കണ്ടിട്ടില്ല. അല്ല, കമന്റ് ഉണ്ടായിരുന്നു, ആരാധകർ ചോദിച്ചു നമ്മളെ ഷാഫിക്കാരോട് ഡാൻസ് കാണണമെന്ന്. കൊളയിലേ അങ്ങ് നുള്ളി തൈലെന്നുള്ളൂ. ഞങ്ങൾക്ക് തോന്നി ഡാൻസ്. എന്റെ അടുത്ത് ക്യാപ്റ്റൻ പറഞ്ഞു ഇങ്ങനെ മൂഡ് ഓഫ് ആയിരുന്നാൽ അടുത്ത എപ്പിസോഡിൽ വിളിക്കൂല ഷാഫി. ഒന്ന് ഏറ്റവും വലിയ ഗായക യേശുദാസ് പാടിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെ കാണിച്ചൊന്ന് ആലോചിച്ചു. അല്ല ഇപ്പൊ എന്താ ഇവിടെ ഇവിടെ എന്താ കാണിച്ചത് മനസ്സിലായി? എനിക്ക് പ്രായമുള്ളവർ അങ്ങനെ പലതും കാണിക്കും. നമ്മള് അങ്ങനെയുള്ളത് നമ്മൾ കണ്ണടച്ചുള്ളതാണ്. ഇനിയിപ്പോ നേരത്തെ പറഞ്ഞ കോമഡി ഇല്ലേ, അത് 2 വർഷത്തേക്ക് ഉണ്ടല്ലോ, ഇനി കുറെ ചാരി കേൾക്കാം. അത് പുറത്ത് മേളിൽ വെച്ചേക്കോ, അത് പറഞ്ഞെങ്ങനെ നശിപ്പിക്കണ്ടേ? അതിനുള്ള പരിപാടിയാ. ഒരു കരിയില കുരുവി എന്ന് ചെയ്യാൻ കുമ്പിടിയാണ് കരിയില കുരുവി. അയ്യോ, ഞാൻ ഉണ്ടാണല്ലോ, ഞാൻ പേടിക്കണ്ട. ഞാൻ ഇവളെ പറയുമ്പോഴേ ഒന്നും അടിക്കുന്നില്ല. കൊലയിലുണ്ടായിരുന്ന നല്ലതും മുഴുത്തതും വിളഞ്ഞതും നോക്കി ഇവരെല്ലാരും പിടിച്ചടിച്ചു. ഇത് മാത്രമേ ബാക്കിയെല്ലാം പേട് പിടിച്ചതും അണ്ണാൻ ചപ്പിയത് വവ്വാല് തക്കിയതും നല്ലത്. ശശു അങ്ങനെ നല്ല അല്ല, എന്നിട്ട് എന്തിനാ ശശു എടുക്കാൻ? ഞാൻ നല്ല ശശാങ്ക എടുക്കാത്തത് എന്താ, അവളെ അച്ഛൻ ശശാങ്കനെ എടുക്കും. ഓക്കെ, ആക്ഷൻ ആക്ഷൻ. പകുതി ആരോഗ്യത്തിലേ അടിക്കാവേ. അടിച്ച് 2 ഒരെണ്ണം നോർത്തിലേക്കും വിടാം, ഒരെണ്ണം സൗത്തിലേക്കും വിടാം. അടിക്കുമ്പോ വാഴ വെട്ടിയ ഒരു ഫീലിംഗേ ഉണ്ടാവുള്ളൂ, കാര്യമാക്കണ്ട. 1 2 3 ഗോ. സൂപ്പർ. ചേട്ടാ എടുത്തോണ്ട് പോ. പവർ മനസ്സിലായോ? പവർ ക്യാപ്റ്റന്റെ മാനം കാത്തു. അങ്ങനെ മാനമില്ലാത്ത ക്യാപ്റ്റന്റെ മാനം കാത്ത കൊച്ചിന് അഭിനന്ദനങ്ങൾ. ഇന്ന് ചാട്ടവാറിന്റെ സമയത്ത് ശരിക്കും ഭയങ്കര ഒരു വാശിക്കളിയായിരുന്നോ എന്നൊരു സംശയമുണ്ട്. കുഴപ്പമില്ല, കൊടുത്തു കഴിഞ്ഞാൽ നാളെ സ്റ്റാർ മാജിക്കിൽ ഈ പറയലാണ് ഞങ്ങൾ വാശിയാവുന്നത്. ഞങ്ങൾ സഹോദരങ്ങളാണ്. അതെ, സഹോദരങ്ങളാണ്. തല്ലി നടു തളർത്തുന്ന സഹോദരങ്ങൾ. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണോ നിങ്ങളുടെ പ്രശ്നം? മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ജപജപ അടിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നിങ്ങൾക്കൊരു സുവർണ അവസരം കേട്ടോ. കെൻ വി ഓൺലൈൻ ഇംഗ്ലീഷ്. ലോകത്തില് ഏത് ഭാഗത്തിരുന്നുകൊണ്ടും നിങ്ങൾക്ക് ഈ ഒരു വാട്സാപ്പ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതായത് നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള സമയം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 11 മണി വരെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിന്റെ ഭാഗമാവാൻ പറ്റും. അപ്പോൾ 2 months കോഴ്സ് ആണ് ആക്ച്വലി കെൻ വി ഓഫർ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു 2 months കൊണ്ട് നമുക്ക് ക്ലാസ്സസ് എന്തെങ്കിലും അസൗകര്യമോ അല്ലെങ്കിൽ നമുക്ക് ഇത് പഠിച്ച് തീർന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 months കൊണ്ട് തീർക്കാൻ പറ്റും കേട്ടോ. അതിന് എക്സ്ട്രാ ഫീസും കാര്യങ്ങളൊന്നുമില്ല. സോ വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവരെ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഇപ്പൊ തന്നെ കെൻ വി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കുക. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം Bonja Paints, Weathercoat, Long Life, Star Magic. Special partner Sure Learning App, co-powered by Eastern, ChavraMatrimony.com, Kalyan Silks, Scott Floor Cleaner, Kerala Matrimony, Arun Ice Creams, Lana Technologies, Sarah's Puttubudi, Silk Kendra, and Sheen Lack Water-Based Wood Polish. Our online education partner, Xylem MBBS Mobile Entrance App. And a special partner, Chris Pello saying tata, bye-bye, good night.